വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ലമ്മ. മഹിമ എന്തിനുള്ള പുറപ്പെടാം? എനിക്കറിയില്ല. നീ വെറുതെ നുണ പറയാൻ നിൽക്കണ്ട. അവള് തീ കൊണ്ടാ കളിക്കാൻ പോകുന്നത്. അവളെ പിന്തിരിപ്പിക്കുന്നതാ നല്ലത്. എന്താ കാര്യം? മഹിമ ഗോപാൽജിയുടെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ കാശ് മോഷ്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈശ്വര, ഈ കുട്ടിക്ക് എന്താ വട്ടുപിടിച്ചോ? മര്യാദയ്ക്ക് പഠിച്ച് ഡോക്ടർ ആകേണ്ട കുട്ടിയാ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. നിനക്ക് അവളോടൊന്ന് സംസാരിച്ചുകൂടെ? ഞാൻ സംസാരിച്ച കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അവളിപ്പോ ഉള്ളത്. ഞങ്ങൾ തമ്മില് കുറച്ചു കാലമായി അകൽച്ചയില്ല. ഇതൊക്കെ വേറെ നാടകമാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മതി. ചേച്ചി അനിയത്തിയും കൂടി ഒരുമിച്ച് ഗോപാൽജിയുടെ കാശ് മോഷ്ടിക്കാനുള്ള പ്ലാനിട്ട് കാണും. ഇവള് പറഞ്ഞ ശരിയാ. അനിയത്തി മോഷണം നടത്തിയതിനു ശേഷം ചേച്ചി അന്വേഷണം നടത്തുന്ന പോലെ അഭിനയിച്ചാ പോരെ? ഞാൻ യൂണിഫോം ഇട്ടതേ നിയമം സംരക്ഷിക്കാൻ വേണ്ടിയാ. തെറ്റ് ചെയ്യുന്നത് എന്റെ അനിയത്തിയാണെങ്കിലും ഞാൻ തടയും. നീ തടഞ്ഞില്ലെങ്കിലും അവളെ ഞാൻ തടയും. ഞാൻ കാവലുള്ളപ്പോ ഗോപാൽജിക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നും ചെയ്തില്ലെങ്കിലും കാശ് നഷ്ടപ്പെട്ട ഡാഡി വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. മഹിമ പിന്നെ പുറംലോകം കാണില്ല. ഡാഡി അവളെ തീർത്ത് കളയും. നിന്റെ തന്ത എങ്ങാനും എന്റെ അനിയത്തിയുടെ ദേഹത്ത് തൊട്ട അതിനനുഭവിക്കാൻ പോകുന്നത് നീ ആയിരിക്കും. അവസാന കാലത്ത് അയാളുടെ ചിതയ്ക്ക് തീ കൊളുത്താൻ നീ ഉണ്ടാവില്ല. ഇവൾ എന്റെ ഭർത്താവിനെ തല്ലിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഗിരിയായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുവാണോ? അത് അവര് തമ്മിലുള്ള പ്രശ്നം. ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. നാളെ മഹിമ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാൻ ഇറങ്ങിയാൽ ഞാൻ എന്തായാലും തടുക്കും. എന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ഗോപാൽജിയോട് നിനക്കുള്ള പക എത്രത്തോളമാണെന്ന് എനിക്കറിയാം. അതിന്റെ പേരിൽ നീ മഹിമയ്ക്ക് കൂട്ടു നിൽക്കരുത്. അവള് ചെയ്യുന്നത് തെറ്റാ. തെറ്റ് ചെയ്യുന്നവരോട് കൂട്ടുകൂടരുതെന്ന് ഉപദേശിക്കാനുള്ള എന്ത് യോഗ്യതയാ ഗിരിയേട്ടനുള്ളത്? എന്റെ അച്ഛനെ കൊന്ന ആളുടെ കൂടെയാ ഗിരിയേട്ടൻ നില ഉറപ്പിച്ചിരിക്കുന്നത്. ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ഗിരിയേട്ടൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാനിടുന്ന യൂണിഫോമിനെ ബഹുമാനിക്കാൻ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഡ്യൂട്ടി സത്യസന്ധമായിട്ട് ചെയ്യും. ഗോപാലൻ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് നാളെ നിത്യയുടെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങുന്നത്. അതൊരു പ്രഹസനം മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്റെ ഗതികേട് കൊണ്ട് അയാളുടെ കാശ് സംരക്ഷിക്കുകയാണ് എന്റെ ഡ്യൂട്ടി. മനസ്സിൽ കല്ല് വെച്ചിട്ടാണെങ്കിലും ഞാനത് ചെയ്യും. എന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടാവില്ല. മഹിമ ചിലപ്പോ ഗോപാൽജിയെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും മോനെ. അമ്മയ്ക്ക് അവളെ അറിയില്ലേ? പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന പെണ്ണാ മഹിമ. അവൾ എന്തായാലും നാളെ വരും.